ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 105 പോയിൻ്റ് ഡൗൺ ആണ്. ഓക്കെ, അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആമുഖം പറയാം. നമ്മൾ ഈ കണ്ടൻറ്റുകളെല്ലാം ഒരു ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുമായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഫാസ്റ്റ് ട്രാക്കിൽ കാലത്ത് മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ്. പല സൈഡിൽ നിന്നും നമ്മൾ കോപ്പി എടുത്തിട്ട് അതൊരു ക്യാപ്സൂളായിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ ആ ന്യൂസുകൾ അവർക്ക് കാലത്ത് മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കിട്ടാൻ സഹായിക്കണമെന്ന് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ യൂട്യൂബിൽ ഇത് നമുക്കൊരു ക്ലയൻസിന് വേണ്ടി ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതിൻ്റെ യൂട്യൂബിൻ്റെ ഭംഗി നിങ്ങൾ നോക്കേണ്ട, കണ്ടൻറ്റ് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ മുന്നോട്ട് വരാം. മാർക്കറ്റ് ഏകദേശം വന്നിട്ട് 105 പോയിൻ്റ് ആവും. എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് വരാം. എങ്കിൽ തന്നെ നമ്മൾ ടെക്നിക്കൽ ലെവലുകൾ നോക്കുകയാണെങ്കിൽ ന്യൂട്രലാണ്. എന്നാലും ന്യൂട്രൽ ലെവൽ എടുത്താൽ ഇവിടെ സെൽ ട്രെൻഡ് ഓപ്പണാണ്. മനസ്സിലാക്കുക, സെൽ ട്രെൻഡ് ഓപ്പണാണ്. ശ്രദ്ധിക്കുക, സെൽ ട്രെൻഡ് ഓപ്പണാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് എപ്പോഴും ഉണ്ടാവണം സെൽ ട്രെൻഡ് ക്രിയേഷനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, താരിഫ് കുറച്ച് ജഡ്ക ഇവർക്ക് ട്രംപിനുണ്ടായെങ്കിലും ട്രംപിന് ആ ഇഷ്യൂസിൻ്റെ പുറത്ത് നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും ബേസിക്കലി അമേരിക്കൻ മാർക്കറ്റുകൾക്ക് അത് വലിയൊരു വിഷയമായി. കാരണം അമേരിക്കൻ മാർക്കറ്റ് ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ അമേരിക്കൻ മാർക്കറ്റിലുള്ള കമ്പനികൾക്കും അവിടെയുള്ള ബാങ്കുകൾക്കും ഒരു ഇഷ്യൂ റൈസ് ആവുന്നുണ്ട്. അതിന് കണ്ടിന്യൂവേഷൻ വരും. കാരണം ഇനിയിപ്പോൾ ഈ 150 ദിവസം അമേരിക്കൻ മാർക്കറ്റിന് പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ ഇറാൻ ഇഷ്യൂ എന്നുള്ളൊരു സൈഡിലാണ്. അതിന് ഇറാനിലെ യുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്ക ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ ഇഷ്യൂ ആണ്. ആ സമയം അതല്ലാണ്ട് തന്നെ താരിഫ് അമേരിക്ക ഇഷ്യൂ ആണ്. ഇപ്പോൾ എന്ത് താരിഫ് 18%, 20% എന്ന് വയ്ക്കുന്നത് മാത്രമല്ല, അമേരിക്കൻ കമ്പനികൾക്ക് അമേരിക്കൻ മാർക്കറ്റിലുള്ള കമ്പനികളെ സംബന്ധിച്ച് അത് ഇഷ്യൂ അവിടെ റേസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി അവിടെയുള്ളപ്പോൾ അവിടുത്തെ മാർക്കറ്റ് സെൽ ഓഫ് ആവുന്നതാണെന്ന് ഞാൻ അവിടെ തന്നെ ഒരു അൺസർട്ടനിറ്റി ഓപ്പണായി. അതുകൊണ്ടാണ് അവിടുത്തെ മാർക്കറ്റ് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും സംബന്ധിച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ എ ഡി ആറും ഡൗൺ ആവുകയാണ്. ഇപ്പോൾ ഏകദേശം എ ഡി ആർ ഡൗൺ എന്നുണ്ടെങ്കിൽ HDFC, ICICI, അതുപോലെ പ്രധാനപ്പെട്ട ടെക്കിലുള്ള ഇൻഫോസിസിൻ്റെ ADR ഒക്കെ താഴത്തേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻഫിയുടെ ADR കൂടിയും താഴത്തേക്ക് വരുമ്പോൾ എങ്ങനെയായാലും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ബയസ് ഇവിടെ മാർക്കറ്റിൽ വരുന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ മാർക്കറ്റിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 100 പോയിൻ്റ് കാണിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ അമേരിക്കൻ അൺസർട്ടനിറ്റിയുടെ ഭാഗമായിട്ട് ഗോൾഡ് ആൻഡ് സിൽവർ അവിടെ നിങ്ങളെല്ലാവരും ഇന്നലെ കണ്ടതാണ്. ഗോൾഡ് സിൽവർ അപ്പാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഇഷ്യൂ നമുക്കും ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി അതിപ്പോൾ 91ലേക്ക് എത്തി. അപ്പോൾ ഇന്നലെ 91.80 ഉണ്ടായത് 90.80 ആയത് 91ലേക്ക് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക അത് നമുക്ക് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ആവുന്നതും നമുക്കും നെഗറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഓരോ ദിവസം ട്രേഡ് ചെയ്യാൻ ഓരോ ന്യൂസ് കിട്ടണമെന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ന്യൂസ് കിട്ടി, അപ്പോൾ നെഗറ്റീവിൽ കുറച്ച് ട്രേഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഷെയർ മാർക്കറ്റിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് എല്ലാ ദിവസവും സംസാരിക്കുന്നത്. ഇപ്പോൾ കാലത്ത് നമ്മൾ പറയുന്നത് ട്രേഡേഴ്സിന് ഇടയ്ക്കൊക്കെ മൈൻഡ് മാറ്റം നിർബന്ധമാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഒരു ടൈപ്പുകൾ വന്നിട്ടുണ്ട്. ഇത് അവർക്ക് ലോങ് ടൈമിൽ ബിസിനസ് കൂടുന്നതിന് കാരണമാകുന്നു എന്ന് മാത്രം ഉള്ള ഗുഡ് ന്യൂസ് ഉണ്ട്. അത് ശ്രദ്ധിക്കാവുന്നതാണ്. ട്രേഡിങ്ങിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ഗ്രൂപ്പായിട്ടുള്ള സിങ്കിൻ്റെ ബിസിനസ്സുമായിട്ട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. DPL നെഗറ്റീവ് ന്യൂസാണ് വന്നിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഒരു ഏകദേശം 1817 കോടിയുടെ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ റിക്കവറിയുടെ സെക്ഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴ്ത്തിക്ക് കൊണ്ട് BPCL കമ്പനിയുടെ ഈ ന്യൂസും കൂടി സാധിക്കും. UPL റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞ് മെർജിങ് എന്ത് വഴി സംഭവിക്കാം, അതിന് ക്ലാരിറ്റി വരുന്നുള്ളൂ.
പക്ഷേ ഇത് ഹാപ്പി ആവുന്ന ഒരു ന്യൂസ് അല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ കൗണ്ടറൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. IDFC ഫസ്റ്റ് ബാങ്ക് എല്ലാവരും ന്യൂസൊക്കെ ഓൾറെഡി അറിഞ്ഞിരിക്കും. എന്തായാലും 590 കോടിയുടെ ഫ്രോഡ് ഉണ്ടെന്ന് പറയുന്നു. ബിസിനസ് നഷ്ടപ്പെടുന്നു ഹരിയാനയിലത്തെ. അത്രയും നിൽക്കട്ടെ. പിന്നെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. HDFC ബാങ്ക് വരെ വന്നിട്ടുണ്ട്. പക്ഷേ അതല്ല വിഷയം എന്ന് പറയുന്നത് ഈ 590 450 കോടി ആവറേജ് ഉള്ളൂ HDFC റിസൾട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. എത്ര വലിയൊരു 590 കോടി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ക്വാർട്ടറിൻ്റെ റിസൾട്ട് മുഴുവൻ പോവും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നിൽക്കും. ബാക്കിയുള്ള വഴി അറിയാം. എങ്കിലും ഈ ന്യൂസ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്ത് പരിശോധിക്കാം. നമ്മളെ ഐഡിയ തീർച്ചയായും പറയുന്നത് നമ്മളെ ഐഡിയകളാണ്. കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 100 പോയിൻറ്റ് ഡൗൺ ആണ്. ഓക്കെ, ഈ 100 പോയിൻറ്റ് ഡൗൺ നിൽക്കുന്ന സമയത്ത് സാധാരണ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ട്രാറ്റജി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് പെട്ടെന്ന് റിക്കവറി ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാൻസാണ് പെട്ടെന്ന് തിരിച്ചു വരിക. അത് കാരണം ടോപ്പിൽ വെച്ച് പെട്ടെന്ന് ആക്റ്റീവായിട്ട് 40 പോയിൻറ്റോ 60 പോയിൻറ്റ് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല ഷോർട്ട്. പക്ഷേ ചിലപ്പോൾ റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട കാരണമാണ് കട്ടിംഗ് ഡേറ്റാണ്. നിഫ്റ്റി ഇന്ന് എക്സ്പയറിയാണ്. അപ്പോൾ എക്സ്പയറി നിൽക്കുന്ന സമയത്ത് നമ്മളത് ട്രേഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് താഴ്ന്ന് റിക്കവറി. ഓപ്പറേറ്റേഴ്സാണ് ഇവരുടെ നെറ്റ് മൈൻഡ് നെഗറ്റീവ് ആണെങ്കിലും ഇവർ ഇത് ചിലപ്പോൾ അടിയിൽ നിന്ന് റിക്കവറി ചെയ്യിപ്പിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു മൈനസ് ഒരു പ്ലസ്. ഇത് ചിലപ്പോൾ ആദ്യത്തെ ഒരു 15-25 മിനിറ്റിലാവും ഇത് സംഭവിക്കുക. അപ്പോൾ ക്ലയൻറ്റ് 25 മിനിറ്റിലാണ് നമ്മളെ ക്യാഷ് കളയാൻ പോകണം. ഒന്നില്ലെങ്കിൽ അനങ്ങാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ താഴെ വന്ന് റിക്കവറിക്കുള്ള സാധ്യത ഞാൻ കാണുന്നു. അത് വെറും ട്രേഡിംഗ് ആണ്. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി ഇവിടെ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് താഴ്ന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കും. പക്ഷെ അതൊരു 11:30 ആ സമയം വരെ എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി കോളും പുട്ടും അതിൻ്റെ ടൈം വാല്യൂ പോയിക്കൊണ്ടിരിക്കും. കോളും പുട്ടും കളിക്കുന്നവരെ ടൈം വാല്യൂ ലോസ് വന്നുകൊണ്ടിരിക്കും. മാർക്കറ്റ് പതുക്കെ സൈഡ് വൈസിലേക്ക് നീങ്ങാൻ തുടങ്ങും. മാർക്കറ്റ് ക്ലാരിറ്റി ഇല്ലാണ്ടാവും. ഓക്കെ, ക്ലാരിറ്റി ഇല്ലാണ്ടാവും. പക്ഷേ എന്ത് ക്ലാരിറ്റി ഇല്ലാണ്ടായാലും പിന്നെ മുകളിലേക്ക് കയറിനേക്കാളും കൂടുതൽ ഇഷ്ടം ആ സമയത്ത് ഇപ്പോൾ താഴത്തേക്ക് വരാനാവും. കാരണം അമേരിക്കൻ മാർക്കറ്റിൻ്റെ രൂപത്തിൽ പോകാനുള്ള ഒരു ചാൻസ്. അപ്പോൾ ഒരു ചാൻസ് ഇങ്ങനെ സംഭവിക്കാം. രണ്ടാമതൊരു ചാൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് കാലത്തന്നെ ഡൗൺ ആകുമ്പോൾ 100 പോയിൻറ്റ് ഇവിടെ നിന്ന് ഡൗൺ ആകുമ്പോൾ അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഡൗൺ ആണെന്നുള്ള ശ്രദ്ധയിൽ ഒരു വിഷയം വരുന്നത് ഇന്ത്യൻ റുപ്പി എത്ര താഴെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഇപ്പോൾ 91 ആയി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. അപ്പോൾ 91.10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയൊരു ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് ഇവിടെ വളരെ പ്രധാനമാണ്. 91, 95, 10 അങ്ങനെ റേഞ്ചിൽ കുറച്ച് കയറി നിൽക്കുകയാണെങ്കിൽ 91 മുകളിൽ ഒരു 10 പൈസ 5 പൈസ കയറുകയാണെങ്കിൽ അതൊന്ന് ഇമ്പാക്റ്റ് ചെയ്യും മാർക്കറ്റിനെ. അപ്പോൾ ഒന്ന് കയറാൻ ശ്രമിച്ചിട്ട് വീണ്ടും താഴത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ഒന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് കട്ടിങ് ഡേറ്റ് ആയതുകൊണ്ട് പിന്നെ റിക്കവറി ഏകദേശം ഒരു 11 മണി വരെ ബുദ്ധിമുട്ടാവും. ഓക്കെ, പിന്നെയും നമുക്കറിയാമല്ലോ നാളത്തെ ദിവസം അമേരിക്കൻ മാർക്കറ്റിൻ്റെ നെഗറ്റീവ്സ് ആ മൂവ്മെൻറ്റ്സുകളൊക്കെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. ഈ ഒരു മൂവ്മെൻറ്റിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് കയറിയിട്ട് ഹൈ എടുക്കുന്നതാണ്. അപ്പോൾ ആരാണ് മാർക്കറ്റിനെ ശ്രദ്ധിക്കാൻ. LNTക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, കുറേ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ LNTനെ വെച്ചിട്ട് വെച്ച് മുമ്പിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ബാങ്കിനെ കൊണ്ട് മുമ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ബാങ്ക് ഷെയർസും LNT അങ്ങനത്തെ പ്രധാനപ്പെട്ട ഷെയർസിലും മൂവ്മെൻറ്റ് ഉണ്ടോ ശ്രദ്ധിക്കുക. ടോപ്പ് 50 എടുത്ത് കണ്ടുകൊണ്ട് നിന്നിട്ട് വേണം നമ്മൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമ്പോൾ 2 ഓപ്ഷനുള്ള, ഒന്ന് താഴെ വന്ന് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവരും സേഫാണ്. ആ സമയം ഇത് ഓപ്പറേറ്റേഴ്സിന് മാത്രം ഗുണാവുന്നൊരു പരിപാടി. ഒന്ന് താഴെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് മുകളിലേക്ക് വന്ന് വീണ്ടും താഴത്തേക്ക് പോകുന്നു. അപ്പോൾ 2 ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തന്നത്. 2 ഓപ്ഷനും ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചാൻസ് കിട്ടാം. അധികം ടെൻഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട, അത്രയല്ലേ ഉള്ളൂ.